നമുക്ക് ശരിക്കും ഞെട്ടിച്ചു. മമ്മൂക്കയുടെ ഈ തെരഞ്ഞെടുപ്പുണ്ടല്ലോ സിനിമകളുടെ, അതെങ്ങനെയാ തോന്നുന്നു ഈ സിനിമ? തെരഞ്ഞെടുപ്പുണ്ടല്ലോ സിനിമകളുടെ, അതെങ്ങനെയാ തോന്നുന്നു ഈ സിനിമ? അത് ഇനി ഇതില് അപ്പുറത്തെന്താ പ്രൂവിയൽ ആ ലാസ്റ്റ് സെക്കൻഡ് അങ്ങനെ സാധനം ഇതുവരെ കാണാതിരുന്നില്ലല്ലോ. ബാക്കി കോഴ്സിലെല്ലാം കണ്ടല്ലോ, കാണാതിരുന്ന ഒരു ഭാഗം കൂടെ കണ്ടു. ഈ ബസ്സൊക്കെ തോന്നി അവസാന ഭാഗം കണ്ടപ്പോ വിചാരിക്കുന്ന അറിയില്ല, ഉറപ്പില്ല. പിന്നെന്താ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത പുതിയ ഡയറക്ടർ എങ്ങനെയുണ്ട്? ഓവറോൾ എങ്ങനെയുണ്ട് ഡയറക്ഷൻ? പുതിയ ഡയറക്ടറാണേ തോന്നിയില്ല സിനിമ. അതാ ഞാൻ അല്ലെങ്കിൽ പുതിയ ആളാണോ, പക്ഷേ സിനിമയുമായി ബന്ധമുള്ള ആളായതുകൊണ്ടായിരിക്കാം പുതുമ ഒരു അപരിചിതത്വമായിട്ട് തോന്നിയില്ലേ. ഒരു എക്സ്പീരിയൻസ് ഡയറക്ടർ ചെയ്ത പോലെ തന്നെ അധികം വരുന്നുണ്ട്. ഓക്കെ, ആക്ടേഴ്സിനെ ഒന്നിച്ച് എനിക്കിതിനകത്തൊരു വേഷം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ആക്ടേഴ്സിനെ എല്ലാവരും കാണുക, ഇതിൽ വന്ന് പ്രോത്സാഹിപ്പിക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പടമാണ്. ഭയങ്കര ഇപ്പോഴത്തെ കാലത്തിന് പറ്റിയൊരു ഫിലിമാണ്. വാച്ച് ആൻഡ് സപ്പോർട്ട്. താങ്ക് യു സോ മച്ച്. പ്രതീക്ഷിച്ചതിലും ഒത്തിരി നന്നായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് മാസമായിരുന്നു, അടിപൊളിയായിരുന്നു. ഇത്രയും ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല. ഞാൻ ഇതിനകത്തൊരു ചെറിയ വേഷം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കിവിടെ ഫസ്റ്റ് ടൈം അഭിനയിക്കാൻ പറ്റി. അപ്പോൾ എന്നെപ്പോലുള്ള ആക്ടേഴ്സിനെ എല്ലാവരും ഇങ്ങനെ കാണാൻ ശ്രമിക്കുക. എൻ്റെ പേര് സ്നേഹാജത്ത് എന്നാണ്. എല്ലാവരും ബസ്സൊക്കെ കാണണം. എല്ലാവർക്കും വളരെ ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. ഇതുവരെ നമ്മളെല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു രീതിയിൽ മമ്മൂക്കിനെ പ്രസന്റ് ചില കാര്യങ്ങളൊക്കെ സിനിമ ചെയ്യുന്നത് വന്ന് കാണുന്നതിനാണ്. അത്രയ്ക്ക് നന്നായിട്ട് പുള്ളി വളരെ ഡിഫറെൻ്റ് ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഈ സെലക്ട് ചെയ്യുന്ന എല്ലാം ഡിഫറെൻറ്റ് പ്രോജക്ട്സ് ആണെങ്കിലും ഇത് അതിലും വ്യത്യസ്ത രീതിയിൽ. ഞാൻ അധികം ഒന്നും പറയുന്നില്ല, എല്ലാവരും സിനിമ വന്ന് കാണട്ടെ. കാരണം ഭയങ്കര സൂപ്പർബായിട്ടാണ് അതിൻ്റെ, ആ ത്രില്ലിംഗ് ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മളതിൻ്റെ ഒന്ന് റിവീൽ ചെയ്യാൻ പാടില്ല. അപ്പോൾ ആ ത്രില്ലിംഗ് ആസ്പെക്റ്റ് തന്നെ ഇരിക്കട്ടെ. പക്ഷെ വന്ന് കാണുന്നവർക്ക് പ്രതീക്ഷിക്കുന്നതിലും ഡിഫറെൻ്റ് ആയിരുന്നു.